ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്നുള്ള പാഠഭാഗവും ഇതിലെ ഫുൾ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസും ലെറ്റ്സ് അസസ് എന്നുള്ള ലാസ്റ്റത്തെ പ്രവർത്തനവും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. 4ാമത്തെ പാഠഭാഗം ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്നുള്ളതാണ്. ഇവിടെ സ്കൂളിലെ ഒരു ഗാർഡനിൽ വാട്ടറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, ടീച്ചർ ഡു ഓൾ ഫ്ലവറിംഗ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ലൈക്ക് ദിസ്? ഇതേപോലെ എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ഫ്രൂട്ട്സ് തരുമോ എന്നാണ് ചോദിക്കുന്നത്. തരുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഹാവ് യു നോട്ടീസ് ദ ചിൽഡ്രൻസ് ഡൗട്ട്? ഈ കുട്ടിയുടെ ഡൗട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തരില്ല അല്ലേ. എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും തരാറില്ല, ചിലത് മാത്രമേ നമുക്ക് തരാറുള്ളൂ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സം ഓഫ് ദ ഫ്ലവേഴ്സ് സീൻ അറൗണ്ട് യു ആർ ഗിവൺ ഇൻ ദ പിക്ചർ ബിലോ. താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിലെന്താണ് കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മുടെ ചുറ്റും കാണുന്ന ഫ്ലവേഴ്സ് ആണ്, അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. വിച്ച് ഓഫ് ദീസ് ഫ്ലവേഴ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ? ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്? ഐഡൻറ്റിഫൈ ദ ഫ്ലവേഴ്സ് ഇൻ ദ പിക്ചർ അലോങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് നോട്ട് ദം. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് താഴെ ഒന്ന് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ അവിടെ തന്നിട്ടുണ്ട്, മുക്കുറ്റിയാണല്ലേ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വൈറ്റ് കളറിലുള്ളത് തുമ്പയാണ്, ദെൻ തൊട്ടാവാടി, ദെൻ കണിക്കൊന്ന. അപ്പോൾ ഈ ഒരു 4 ഫ്ലവേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. യു നോ ദാറ്റ് ഓൾ ഫ്ലവേഴ്സ് ആർ നോട്ട് സിമിലർ. അപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ പൂക്കളും എന്തെല്ലാം ഒരുപോലെയല്ല, ഓരോ പൂക്കളും ഓരോ രീതിയിലാണ് ഉള്ളത്. ഇൻ വിച്ച് വേസ് ആർ ദേ ഡിഫറെൻറ്റ്? ഏതൊക്കെ രീതിയിലാണ് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? ഒബ്സർവ് ദ ഫ്ലവേഴ്സ് അറൗണ്ട് യു. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്ലവേഴ്സിനെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. ഐഡൻറ്റിഫൈ ദ ഡൈവേഴ്സിറ്റി ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അപ്പോൾ അവരുടെ ഡൈവേഴ്സിറ്റി തിരിച്ചറിഞ്ഞ് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതുള്ളത്? ഫ്ലവറിൻ്റെ നെയിം എഴുതണം, അതുപോലെ അതിൻ്റെ കളറ്, ഫ്രാഗ്രൻസ്, സിംഗിൾ ഫ്ലവർ ആണോ, അതുപോലെ തന്നെ ഇൻഫ്ലോറൻസി ആണോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നമ്പർ ഓഫ് പെറ്റൽസ് എത്രയുണ്ടെന്നും കൂടെ നോക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, റോസ് ആണ്, അതിൻ്റെ കളർ റെഡ് ആണ്, ഫ്രാഗ്രൻസ് സ്മെല്ലുണ്ട്, അതുപോലെ തന്നെ ഒരു സിംഗിൾ ഫ്ലവർ ആണത്, മെനി പെറ്റൽസ് ആണ് അതിൽ ഉള്ളത്. നെക്സ്റ്റ് വൺ ലോട്ടസ് ആണ്, പിങ്ക് കളറാണുള്ളത്, ഹാവ് സ്മെല്ലാണ്, സിംഗിൾ ഫ്ലവർ ആണ്, മെനി പെറ്റൽസ് ആണ് അതിലുള്ളത്. ഹിബിസ്കസ് റെഡ്, നോ സ്മെല്ല്, സിംഗിൾ ഫ്ലവർ, 5 പെറ്റൽസ്. ഗുൽമോഹർ റെഡ് ആണ്, നോ സ്മെല്ലാണ്, ക്ലസ്റ്റർ ആണ് അഥവാ ഇൻഫ്ലോറൻസിനാണ് എന്ന് പറയാം, അതുപോലെ 5 പെറ്റൽസ് ആണ് അതിൽ ഉള്ളത്. Then you have noticed that the different flowers you observe different in color, smell and number of petals. ഇപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ചുറ്റുമുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കളർ ആയിക്കോട്ടെ, സ്മെല്ലായിക്കോട്ടെ, നമ്പർ ഓഫ് പെറ്റൽസ് ആയിക്കോട്ടെ, എല്ലാം ഡിഫറൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഡു ഫ്ലവേഴ്സ് ഹാവ് ഓൺലി പെറ്റൽസ്? പൂക്കൾക്ക് ഒരു പെറ്റൽസ് മാത്രമാണോ ഉള്ളത്? ആർ ദർ നോ അതർ പാർട്സ്? അതിന് വേറെ എന്തെങ്കിലും പാർട്സ് ഉണ്ടോ? ഒബ്സർവ് ദം. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? എന്ത് കാര്യവും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് ഒബ്സർവ് ചെയ്യണം അല്ലേ. ആർ ദ പാർട്സ് ദ സെയിം ഇൻ ഓൾ ദ ഫ്ലവേഴ്സ് യു ഹാവ് ഒബ്സർവ്ഡ്? അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത എല്ലാ ഫ്ലവേഴ്സിലെങ്കിലും പാർട്സ് ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഏകദേശം ചിലതൊക്കെ ഒരുപോലെയാണ്, പക്ഷേ എല്ലാം സെയിം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സിന് എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ദ പാർട്സ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ പാർട്സ് ഓഫ് ഫ്ലവേഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒബ്സർവ് എ ഷൂ ഫ്ലവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഷൂ ഫ്ലവർ എന്നാൽ നമ്മുടെ ഹിബിസ്കസ്, ചെമ്പരത്തി പൂവ് എടുക്കുക. വിച്ച് ഓൾ പാർട്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ? അതിൻ്റെ എല്ലാ പാർട്സും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നല്ലോ. താഴെ നോക്കൂ, ഇതാണ് നമ്മുടെ ഒരു ഷൂ ഫ്ലവർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതിനെയാണ് നമ്മൾ പെറ്റൽ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് പെറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഗ്രീൻ കളറിലുണ്ടായിരിക്കും ഒരു ഭാഗം, അതിന് നമ്മൾ സെപ്പൽസ് എന്നാണ് പറയുക. ദെൻ ഇവിടെ ഒരു തണ്ട് പോലെ ഉണ്ടായിരിക്കും നമ്മുടെ ആ ഒരു ചെടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം, അതിന് നമ്മൾ പെഡിസൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ മെയിൻ പാർട്സ് ഓഫ് എ ഫ്ലവർ ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണോ അതാണ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അനലൈസ് ദ ടേബിൾ ആൻഡ് മേക്ക് എ നോട്ട് ഓൺ ദ മെയിൻ പാർട്സ് ഓഫ് എ ഫ്ലവർ ആൻഡ് ദെയർ ഫങ്ഷൻസ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫ്ലവറിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ തന്ന പോയിന്റ്സ് തന്നെ ഒന്ന് എഴുതിയാൽ മാത്രം മതി. പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്, അത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാണ് ഒരു ഫ്ലവർ, അതിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ
അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന പാർട്സ് പെഡിസൽ എന്നുള്ള പാർട്സ് ആണ്. ഇവിടെ താഴെ നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് തന്നിട്ടുള്ളതാണ്. ഇതാണ് പെഡിസൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അറ്റാച്ചസ് ദ ഫ്ലവർ ടു ദ സ്റ്റെം. സ്റ്റെമ്മുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പെഡിസൽ എന്ന് പറയുന്ന പൂഞ്ഞെട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് വൺ തലാമസ് ആണ്. പ്രൊവൈഡ്സ് ദ സീറ്റ് ഫോർ അതർ പാർട്സ് ഓഫ് ദ ഫ്ലവർ. അതോ പൂവിൻ്റെ മറ്റുള്ള പാർട്സിന് ഒരു സീറ്റ് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഈ തലാമസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കാർലിസ് ആണ്. കാർലിസ് എന്ന് പറയുന്നത് ഫോംഡ് ഓഫ് സെപ്പൽസ് പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ്. അഥവാ നമ്മുടെ സെപ്പൽസ് എന്ന് പറയുന്ന ഭാഗമില്ലേ, അത് രൂപപ്പെടുത്തുന്നത് ഈ ഒരു ഭാഗത്താണ്. മാത്രമല്ല നമ്മുടെ ബഡിനെ പൊതിഞ്ഞു നിർത്തുന്നതും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു കാർലിസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. ഓക്കെ, കാലിസ്. നെക്സ്റ്റ് വൺ കൊറോള എന്ന് പറയുന്നതാണ്. ഫോംഡ് ഓഫ് പെറ്റൽസ് ഗീവ്സ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. നെക്സ്റ്റ് വൺ എന്താണ്? പെറ്റൽസ് ഫോം ചെയ്യുന്നത് ഇവിടെയാണ്. മാത്രമല്ല ഈ ഒരു ഫ്ലവറിന് ആവശ്യമായിട്ടുള്ള ബ്യൂട്ടിയും അതുപോലെ തന്നെ ഒരു അട്രാക്ഷനും ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു കൊറോള എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് അല്ലേ. ഫ്ലവറിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നെക്സ്റ്റ് വൺ ആൻഡോസിയം ആണ്. ആൻഡോസിയം എന്ന് പറയുന്നത് ഫോംഡ് ഓഫ് സ്റ്റെമൻസ് ഫോം ചെയ്തിട്ടുള്ളതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് ദ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പാർട്സ് ആണ് നമ്മുടെ ആൻഡ്രോസിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗൈനോസിയം ആണ്. ഗൈനോസിയം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവറിൻ്റെ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഗൈനോസിയം കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ കാർപ്പൽസ്. എന്താണ് ഇതിൽ ഒന്നിലധികമോ എന്തുണ്ടായിരിക്കും? കാർപ്പൽസ് ഉണ്ടായിരിക്കും, അഥവാ ജനികകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻഡ്രോസിയം എന്ന് പറയുന്നത്, അഥവാ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഈ ഒരു ഭാഗം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൈനോസിയം എന്ന് പറയുന്നത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രധാനമായിട്ടും ഒരു ഫ്ലവറിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ പറയുന്നുണ്ട്, ആഫ്റ്റർ അനലൈസിങ് ദ ടേബിൾ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ ദ പാർട്സ് ഓഫ് ദ ഫ്ലവർ ഹാവ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ പാർട്സിനും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണുള്ളത് അല്ലേ. ഓരോന്നും അതിൻ്റേതായ ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഒന്നും മറ്റൊന്നുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കരോള് ചെയ്യുന്ന കാര്യമല്ല നമ്മൾ ആര് ചെയ്യുന്നത്? ഗൈനോസിയം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോന്നായിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത്. കോപ്പി ദ ടേബിൾ ഓഫ് എ ചാർട്ട് പേപ്പർ ആൻഡ് ഡിസ്പ്ലേ ഇൻ ദ ക്ലാസ്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക, നിങ്ങളൊരു ചാർട്ടിലൊക്കെ വരച്ചിട്ട്. നെക്സ്റ്റ് വൺ ലെറ്റ്സ് ഒബ്സർവ് ആൻഡ് ലേൺ. അടുത്ത എന്താണ്? നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കാം എന്നുള്ളതാണ്. അടുത്ത കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് ഒബ്സർവ് ഈച്ച് പാർട്ട് ഓഫ് ദ ഫ്ലവർ ക്ലോസ്ലി. ഇനി എന്താണ്? ഫ്ലവറിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കാം. വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ്? അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്? താഴെ മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് വേണം അല്ലേ. ദെൻ ഹാൻഡ് ലെൻസ് വേണം, ഫോർസെപ്സ് ആൻഡ് എ ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പർ. ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒബ്സർവ് ഈച്ച് ഫ്ലവർ വിത്ത് എ ഹാൻഡ് ലെൻസ്. അതിനുശേഷം നമ്മൾ ഹാൻഡ് ലെൻസ് വെച്ചുകൊണ്ട് ഓരോ ഫ്ലവേഴ്സിനെയും നമ്മൾ ഒബ്സർവ് ചെയ്യാം. ക്യാൻ യു സീ ഓൾ ദ പാർട്സ് ഗിവൺ ഇൻ ദ ടേബിൾ? അപ്പോൾ ടേബിളിൽ കൊടുത്തിട്ടുള്ള ഓരോ ഭാഗങ്ങളും നിങ്ങൾക്കതിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോ? കെയർഫുള്ളി സെപ്പറേറ്റ് ദ പാർട്സ് ഓഫ് എ ഫ്ലവർ യു ഹാവ് ഒബ്സർവ്ഡ് ഇൻ ഡിസ്പ്ലേ ഇറ്റ് ഓൺ എ ഷീറ്റ് ഓഫ് പേപ്പർ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒബ്സർവ് ചെയ്ത പാർട്സ് ഓഫ് ഫ്ലവർ സൂക്ഷ്മമായിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു വെള്ള പേപ്പറിൽ വെച്ചിട്ട് അതിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ദെൻ പ്രിപ്പയർ എ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് എ ഗൈനോസിയം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ആൻഡ് ഒബ്സർവ് ഇറ്റ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. അതിനുശേഷം ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് ഗൈനോസിയം എന്ന സെക്ഷന് നമ്മളൊന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നും കൂടെ ഒബ്സർവ് ചെയ്ത് നോക്കാം. ഡു യു സി ഓൾ ദ ഫോർ പാർട്സ് നെയിംലി സെപ്പൽസ്, പെറ്റൽസ് ആൻഡ് ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ഇൻ ദ ഫ്ലവർ യു ഡിസ്പ്ലേഡ്? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഡിസ്പ്ലേ ചെയ്ത ഭാഗത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സെപ്പൽസും പെറ്റൽസും ആൻഡ്രോസിയമും ഗൈനോസിയമും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അതിൻ്റെ റെക്കോർഡ്സൊക്കെ ഫൈൻഡിങ്സ് ഒക്കെ നിങ്ങൾ സയൻസ് സൈഡിൽ എഴുതി കൊടുക്കുക. ഇനി ഇവിടെ പറയുന്നുണ്ട് കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. Calyx, corolla, androsium and gynosium are the four main parts.
സീൻ ഇൻ എ ഫ്ലവർ. അപ്പോൾ ഒരു ഫ്ലവറിൽ കാണുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ കാലിക്സ്, അതുപോലെ തന്നെ കൊറോള, ആൻഡ്രോസിയം, ഗൈനോസിയം, ഈ 4 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക. എ ഫ്ലവർ വിത്ത് ഓൾ ദീസ് 4 പാർട്സ് ഈസ് എ കംപ്ലീറ്റ് ഫ്ലവർ. അപ്പോൾ ഈ 4 പാർട്സും ഉള്ള ഒരു പൂവിനെയാണ്, ഒരു ഫ്ലവറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയാം. അപ്പോൾ എല്ലാത്തിലും ഇത് ഉണ്ടായിരിക്കില്ല, പക്ഷേ എങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദം എല്ലാത്തിലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഡു എ പ്രൊജക്റ്റ്. അടുത്തതായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആർ ഓൾ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ഫ്ലവേഴ്സ്? എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണോ? അതോ ഈ 4 പാർട്സ് അതിനുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെയും അതുപോലെ വീട്ടിലെയും ഫ്ലവേഴ്സ് എടുക്കുക, എന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സിനെ നോക്കാം, എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലവറിൻ്റെ പേര് എഴുതി കൊടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും 1-2 ഫ്ലവറിൻ്റെ പേര് എഴുതി കൊടുക്കാം. ഒരു ഹിബിസ്കസ് എഴുതിയാം അല്ലേ? അപ്പോൾ ഹിബിസ്കസ് ഇവിടെ എഴുതി കൊടുക്കുക, ഹിബിസ്കസ് എന്നുള്ളത്. അതിനെന്താണ്? അതിന് പെഡിസൽ കാണാൻ വേണ്ടി കഴിയും, തലാമസ് കാണാൻ വേണ്ടി കഴിയും, അതുപോലെ തന്നെ അതിന് സെപ്പൽ എന്ന് പറയുന്നത് 5 ഗ്രീൻ ആണുള്ളത്, അപ്പോൾ അതും ഉണ്ട്. അതുപോലെ തന്നെ പെറ്റൽ 5 റെഡ് ആണുള്ളത്. ആൻഡ്രോസിയം കാണാൻ വേണ്ടി കഴിയും, അതുപോലെ തന്നെ ഗൈനോസിയം അതിൽ ഉണ്ട്. അടുത്തത് നമുക്ക് റോസ് എടുക്കാം. റോസിൽ എന്താണ്? പെഡിസൽ എന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ തലാമസ് ഉണ്ട്, സെപ്പൽ മെനി ആയിട്ട് കുറേ കാണാൻ വേണ്ടി കഴിയും, പെറ്റലായിട്ടും പിങ്ക് കളറിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ആൻഡ്രോസിയം കാണാൻ വേണ്ടി കഴിയും, അതുപോലെ തന്നെ ഗൈനോസിയമും കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൽ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അടുത്തത് നമുക്ക് ലോട്ടസ് എടുത്തു നോക്കാം. ഓക്കെ, ലോട്ടസിൽ പെഡിസലുണ്ട്, അതുപോലെ തന്നെ തലാമസ് ഉണ്ട്, സെപ്പൽ ഗ്രീൻ കളറിൽ കാണാം, പെറ്റൽ പിങ്ക് കളറാണുള്ളത്, ആൻഡ്രോസിയം കാണാൻ വേണ്ടി കഴിയും, ഗൈനോസിയമും കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എല്ലാം ഈ ഒരു 3 ഫ്ലവേഴ്സിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മേരിഗോൾഡ്, ജാസ്മിൻ, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അനലൈസ് ദ ലിസ്റ്റ്, വാട്ട് ആർ യുവർ അസംഷൻസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ മനസ്സിലായ കാര്യങ്ങൾ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതി നോക്കുക. ദെൻ നെക്സ്റ്റ് വൺ, നോൺ ഫ്ലവറിങ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഫ്ലവർ ചെയ്യുമോ? ഇല്ല, ചിലതൊന്നും ഫ്ലവർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഡു ഓൾ ദ പ്ലാന്റ്സ് ഫ്ലവർ? നോ. ആർ ദ നോൺ ഫ്ലവർ പ്ലാന്റിങ് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്? നിങ്ങളുടെ വീട്ടിലോ അതിൻ്റെ ചുറ്റുഭാഗമോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടോ? ഉണ്ട് അല്ലേ? നമ്മുടെ മണി പ്ലാന്റ്, അതുപോലെ തന്നെ അലോവേര, ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. ഇതിനൊന്നും നമ്മളൊരിക്കലും ഫ്ലവർ കാണാറില്ല. Don't you know that there are flowering plants as well as non-flowering plants in the plant world? അപ്പോൾ പ്ലാന്റ് വേൾഡിൽ ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്കത് അറിയാമോ? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൈനിൽ ഉണ്ടാവാറില്ല, അതുപോലെ തന്നെ സൈക്കസിൽ ഉണ്ടാവാറില്ല, ഫേർനസ് എന്ന് പറഞ്ഞാൽ പന്നൽ എന്നാണ് പറയുക, അതിനും ഇത്തരത്തിലുള്ള എന്തുണ്ടാവാറില്ല? ഫ്ലവർ ഉണ്ടാവാറില്ല. അപ്പാർട്ട് ഫ്രം ദീസ് സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് ആൽഗി ഓൾസോ ഡു നോട്ട് ഫ്ലവർ. അതുപോലെ തന്നെ ആൽഗി പോലുള്ള ചെറിയ ചെറിയ സസ്യങ്ങൾക്കൊന്നും ഇതുപോലെ ഫ്ലവർ ഉണ്ടാവാറില്ല. സോ വിസിറ്റ് യുവർ സ്കൂൾ ഗാർഡൻ ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് പ്ലാന്റ്സ് ആർ നോൺ ഫ്ലവറിങ് ആൻഡ് റെക്കോർഡ് ഇറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്നുള്ളത് നിങ്ങളൊന്ന് സ്കൂളിലെ ഗാർഡനിൽ പോവുക, എന്നിട്ട് അവിടെ ഉള്ളത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പൈന്, സൈക്കസ്, ഫേർനസ്, അലോവേര, മണി പ്ലാന്റ്, സ്മോൾ പ്ലാന്റ്സ്, അതുപോലത്തെ ആൽഗെ പോലുള്ള പ്ലാന്റ്സിലൊന്നും ഉണ്ടാവാറില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നീലക്കുറിഞ്ഞി എന്നുള്ള ഒരു ഫ്ലവറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നീലക്കുറിഞ്ഞി ഈസ് എ shrub that beautifies the western ghats with its blue flowers. എന്താണ്? വെസ്റ്റേൺ ഗാർഡ്സിലെ നീലപ്പൂക്കൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു സ്രബ്, ഒരു കുറ്റിച്ചെടിയാണ് എന്ത് പറയുന്നത്? നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഇത് they grow in a grassland and shola forest at an altitude of 1200 meters above sea level. അപ്പോൾ സീ ലെവലിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള ഈ ഒരു ഗ്രാസ് ലാൻഡിൽ, അതുപോലെ തന്നെ ഷോല ഫോറസ്റ്റിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും കാണാറുള്ളത്. നീലക്കുറിഞ്ഞി ഈസ് ഓൺലി വൺ എമംഗ് ദ വേരിയസ് സ്പീഷീസ് ഓഫ് കുറിഞ്ഞി ഫൗണ്ട് ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ്. അപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സിൽ കാണപ്പെടുന്ന വിവിധ തരം കുറിഞ്ഞികളിൽ ഒന്ന് മാത്രമാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ദ ഫ്ലവർ വൺസ് എവറി 12 years. അപ്പോൾ ഇത് എന്നാണ് പൂക്കുന്നത്? ഇത്
ഫ്ലവർ ചെയ്യുന്നത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. ദെയർ ഫ്ലവറിംഗ് സീസൺ ഈസ് ഫ്രം ഓഗസ്റ്റ് ടു ഒക്ടോബർ. അപ്പോൾ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് 12 വർഷം കൂടുമ്പോൾ മാത്രമേ പൂക്കാറുള്ളൂ, അല്ലാതെ എപ്പോഴും ഇത് പൂക്കാറില്ല. നെക്സ്റ്റ് വൺ, ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പാർട്സ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പഠിക്കണം അല്ലേ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ്? എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിങ്ങിൻ്റെ? ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോളിനേഷൻ നടക്കും അല്ലേ. അതുപോലെ തന്നെ എന്തൊക്കെ കിട്ടും? ഫ്രൂട്ട്സ് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവർ. ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് ഫ്ലവറിൽ നിന്നാണ്. ദ സീഡ് ഡെവലപ്പ് ഇൻസൈഡ് ദ ഫ്രൂട്ട്. സീഡ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അനലൈസ് ദ ഇലിസ്ട്രേഷൻ ബിലോ ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി ഹൗ ഫ്ലവേഴ്സ് ബെനിഫിറ്റ് പ്ലാന്റ്സ്. അപ്പോൾ ഒരു ഫ്ലവേഴ്സ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിന് ബെനിഫിറ്റ് ആവുന്നത് എന്ന് ഈ ഇലിസ്ട്രേഷൻ നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ എഴുതി കൊടുക്കുക എന്തൊക്കെയാണ്. ഫ്രൂട്ട്സ് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവർ. ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് ഫ്ലവറിൽ നിന്നാണ്. ഫുഡ് ഫോർ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ്. ഫുഡ് ഇൻസെക്ട്സിനും അതുപോലെ ബേർഡ്സിനും ഒക്കെ ഫുഡ് കിട്ടുന്നത്. ഹെൽപ്സ് റീപ്രൊഡക്ഷന് സഹായിക്കുന്നത് ഈ ഒരു ഫ്ലവേഴ്സ് ആണ്. അട്രാക്ട്സ് പോളിനേറ്റേഴ്സ്. പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതും ഇത് തന്നെയാണ്. മാത്രമല്ല എ ന്യൂ പ്ലാന്റ് റൈസസ് ഫ്രം ദ സീഡ്. ആ സീഡിൽ നിന്നാണ് നമുക്ക് പുതിയ പ്ലാന്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ദ നെക്സ്റ്റ് വൺ, ഫ്രൂട്ട് ആൻഡ് സീഡ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. From the illustration, you have understood that the fruit is formed from the flower and a new plant arises from the seed within the ഫ്രൂട്ട്. ഇപ്പം നമുക്ക് മനസ്സിലായി ഇതിൽ നിന്നുമാണ് പുതിയൊരു ഫ്ലവർ വരുന്നതും അതുപോലെ തന്നെ വരുന്നതും ആ ഒരു ഫ്രൂട്ടിൽ നിന്നാണ് പുതിയ സീഡ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ പുതിയൊരു ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്നതും എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഹൗ ഡസ് ഈ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട് ആൻഡ് സീഡ്? എങ്ങനെയാണ് ഒരു ഫ്ലവർ ഈ ഫ്രൂട്ടും സീഡും ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റീപ്രൊഡക്ഷൻ. അപ്പോൾ റീപ്രൊഡക്ഷൻ വഴിയാണ് ഈ ഒരു ഫ്ലവറിൽ നിന്നും എന്തുണ്ടാവുന്നത്? സീഡ് ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ വിച്ച് ആർ ദ റീപ്രൊഡക്ഷൻ പാർട്സ് ഓഫ് യുവർ ഫ്ലവർ? ഒരു ഫ്ലവറിൻ്റെ റീപ്രൊഡക്ഷൻ പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ മനസ്സിലാക്കി അല്ലേ. ഏതൊക്കെയാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ആൻഡ്രോസിയമും അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഗൈനോസിയമുമാണ്. അപ്പോൾ ഈ രണ്ടും വെച്ചുകൊണ്ടാണ് അവിടെ ഒരു റീപ്രൊഡക്ഷൻ നടക്കുന്നത്. Then look at the picture below and understand the parts of your stamen and carpel. ഒരു സ്റ്റെമിൻ്റെയും കാർപ്പലിൻ്റെയും ഓരോ പാർട്സുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, സ്റ്റെമനിൽ എന്തൊക്കെയാണുള്ളത്? ഫിലമെൻറ്റും ആന്തർ, ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മുടെ സ്റ്റെമനിൽ ഉള്ളത്. ഇനി കാർപ്പലിലുള്ളത് സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി, ഒവ്യൂൾ, ഇത്രയും ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ എക്സാമിനൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്യാനൊക്കെ വരാറുണ്ട്. ഓക്കെ, ഒബ്സർവ് ദ ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ഓഫ് എ ഷൂ ഫ്ലവർ യൂസിങ് ഹാൻഡ് ലെൻസ് മൈക്രോസ്കോപ്പ്. അപ്പോൾ നിങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ചുകൊണ്ട് ഒരു ഷൂ ഫ്ലവർ എടുക്കുക. അതിൻ്റെ ആൻഡ്രോസിയമും ഗൈനോസിയമും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, അത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എല്ലാ ഭാഗങ്ങളും അതിനുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി എന്താണ് ആൻഡ്രോസിയം, എന്താണ് ഗൈനോസിയം എന്നുള്ളത് ഇവിടെ ഒന്നും കൂടെ പറയുന്നുണ്ട്. ആൻഡ്രോസിയം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റെമൻസ്. Stamens have parts called a filament and anther. Pollen grains are present in the anther chambers. Pollen grains contain male gametes. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ആൻഡ്രോസിയം എന്ന് പറയുന്നത് കുറച്ച് സ്റ്റെമൻസ് ചേർന്നിട്ടുള്ളതാണ്. മാത്രമല്ല അവിടെ സ്റ്റെമൻസിന് എന്തൊക്കെയുണ്ട്? ഫിലമെന്റ്, ആന്തർ, ഈ രണ്ട് ഭാഗങ്ങളാണ് സ്റ്റെമൻസിൽ ഉള്ളത്. മാത്രമല്ല അവിടെ പോളൻ ഗ്രെയിൻസ് കാണുന്നത് ആന്തർ ചാമ്പേഴ്സിലാണ്. അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻസ് കാണുന്നത് മെയിൽ ഗമെറ്റിലുമാണ്. ഇനി അടുത്തത് ഗൈനോസിയം ആണ് പറയുന്നത്. ഗൈനോസിയം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്ന് പറയുന്നത് ഗൈനോസിയം ആണ്. ദെൻ ദ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. അപ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി, ഈ മൂന്ന് ഭാഗങ്ങളാണ് അവിടെയും കാണാൻ കഴിയുന്നത്. ദ എഗ് ഓർ ഫീമെയിൽ ഗമെറ്റ് ഈസ് ഫൗണ്ട് വിത്തിൻ ദ ഒവ്യൂൾ ഇൻ ദ ഓവറി. അപ്പോൾ ഓവറിയുടെ ഉള്ളിലുള്ള ഒവ്യൂളിലാണ് ഒരു എഗ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗമെറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ആൻസേഴ്സും കൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പാർട്സ് ഓഫ് എ സ്റ്റെമൻ? സ്റ്റെമിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ഫിലമെന്റ് ആൻഡ് ആന്തർ, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റെമിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ആർ പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്? എവിടെയാണ് പോളൻ ഗ്രെയിൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? പോളൻ ഗ്രെയിൻസ് ആർ പ്രസന്റ് ഇൻ ദ ആന്തർ ചാമ്പർ. ഒരു ആന്തർ ചാമ്പേഴ്സിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്.
തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പാർട്സ് ഓഫ് ദ കാർബൽ? കാർബലിൽ എന്തൊക്കെ പാർട്സ് ആണ് കാണുന്നത്? ദ കാർബൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഈ 3 ഭാഗങ്ങളാണ് നമ്മുടെ കാർബൽ എന്നുള്ളതിൽ ഉള്ളത്. ദെൻ വേർ ഈസ് ഫീമെയിൽ ഗമറ്റ് സീൻ? എവിടെയാണ് ഫീമെയിൽ ഗമറ്റ് ഉള്ളത്? ദ എഗ് ഓർ ഫീമെയിൽ ഗമറ്റ് ഈസ് ഫൗണ്ട് വിത്തിൻ ദ ഒവ്യൂൾ ഇൻ ദ ഓവറി. ഓവറിയിലെ ഒവ്യൂളിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, യു ഹാവ് ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ഗൈനോസിയം ആൻഡ് ആൻഡ്രോസിയം. ഇപ്പോൾ നമുക്ക് എന്താണ് ഗൈനോസിയം, എന്താണ് ആൻഡ്രോസിയം, അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാം, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. Given below is a picture showing the longitudinal section of a shoe flower. ഒരു ഷൂ ഫ്ലവറിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ എന്താ പറയുക ഛേദം വ്യക്തമാക്കുന്ന ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിലെ ഓരോ ഭാഗങ്ങളും നമുക്കൊന്ന് ലേബൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്നത് ഏതാണ്? ഫസ്റ്റ് കാണുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിഗ്മയാണ്. ഇതിനെ ഈ ചെറിയ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെമൻ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്കറിയാം പെറ്റൽ ആണെന്ന് അറിയാം. ഈ ഭാഗത്തിന് നമ്മൾ പറഞ്ഞു സെപ്പൽ ആണെന്ന് അറിയാം. ഇത് ഒവ്യൂളാണ്. ഇതെന്ന് പറയുന്നത് തലാമസ് ആണ്. ഇതെന്ന് പറയുന്നത് പെഡിസലാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി കൊടുക്കുക. ദെൻ ഡ്രോ ദ എൽഎസ് ഓഫ് ഷൂ a longitudinal section of flower in the science diary and label the parts. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ്റെ ഷൂ ഫ്ലവറിൻ്റെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോ ഭാഗങ്ങളും നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. Can a flower have more than one ovary? What is your guess? അപ്പോൾ ഒരു പൂവിൽ ഒന്നിലധികം ഓവറീസ് ഉണ്ടായിരിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ എന്താണ്? എക്സാമ്പിൾസ് ഓഫ് ഫ്ലവേഴ്സ് ഹാവിംഗ് മൾട്ടിപ്പിൾ ഓവറീസ് ഇൻ എ സിംഗിൾ ഫ്ലവർ ആർ ചെമ്പക്, ലോട്ടസ്, കസ്റ്റാർഡ് ആപ്പിൾ ആൻഡ് എ പോലാൽത്തിൻ. എന്താണ്? നമ്മുടെ ഒന്നിലധികം ഓവറീസ് കാണപ്പെടുന്നത് ഒന്ന് ചെമ്പകപ്പൂവ്, അതുപോലെ തന്നെ ലോട്ടസ്, കസ്റ്റാർഡ് ആപ്പിൾ സീതപ്പഴപ്പൂവ്, അതുപോലെ പോളിയാൽത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരണിപ്പൂവ് എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ അതിലൊക്കെയാണ് ഒന്നിലധികം ഓവറീസ് നമുക്ക് കാണാം. അരണമരപ്പൂവ്, ഓക്കെ, അരണിയല്ല അരണമരപ്പൂവ്. അപ്പോൾ അതിലാണ് ഒന്നിലധികം ഓവറീസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ചില എന്താ പറയുക പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർ പറയാറുണ്ട് ഇത് ഒന്നാണെങ്കിൽ അത് പൂക്കില്ല, അതിലെന്ത് വേണം, ഒന്നിലധികം വേണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഈ പൂവിലും ഫ്ലവേഴ്സിലും എന്തുണ്ട്? മെയിലും ഫീമെയിലും ഉണ്ടോ? ആർ ദർ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്ക് നോക്കാം അല്ലേ. Let's do an activity in groups to find out whether androecium and gynosium are found within the same flower in all the flowers you have observed. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒബ്സർവ് ചെയ്ത എല്ലാ ഫ്ലവേഴ്സിലും ആൻഡ്രോസിയമും ഗൈനോസിയമും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ, എന്താണ് ആ ഫ്ലവേഴ്സിലും മെയിലും ഫീമെയിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം? ഫ്ലവേഴ്സ് ഓഫ് ലേഡീസ് ഫിംഗർ ആൻഡ് പംകിൻ ആൻഡ് ഹാൻഡ് ലെൻസ്. അപ്പോൾ ലേഡീസ് ഫിംഗറിൻ്റെയും പംകിൻ്റെയും ഫ്ലവേഴ്സ് എടുക്കുക, ഒരു ഹാൻഡ് ലെൻസും എടുക്കുക. ഒബ്സർവ് ദ ഫ്ലവേഴ്സ് ഓഫ് ലേഡീസ് ഫിംഗർ ആൻഡ് ദ പംകിൻ. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലവേഴ്സ് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഫൈൻഡ് ദയർ ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം. എന്നിട്ട് അതിൻ്റെ ആൻഡ്രോസിയമും ഗൈനോസിയമും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. ആർ ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവർ ഇൻ ബോത്ത് ഓഫ് ദീസ്. അപ്പോൾ രണ്ട് ഫ്ലവറിൻ്റെയും എടുത്ത എല്ലാ ഫ്ലവറിലും എന്തുണ്ടോ, ഇത് രണ്ടും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേഡീസ് ഫിംഗറും പംകിൻ ഫ്ലവറുമാണ്. അപ്പോൾ അതിൻ്റെ ഫൈൻഡിങ്സ് ഇവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ലേഡീസ് ഫിംഗർ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ആർ ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവർ. സെയിം ഫ്ലവറിൽ തന്നെ ലേഡീസ് ഫിംഗറിൻ്റെ ആൻഡ്രോസിയമും അതുപോലെ തന്നെ ഗൈനോസിയമും കാണാൻ വേണ്ടി പറ്റും. പക്ഷേ പംകിൻ എടുക്കുകയാണെങ്കിൽ ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലാണ് കാണാൻ വേണ്ടി പറ്റുക, പക്ഷേ എല്ലാ ഫ്ലവേഴ്സിലും കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമ്മൾ പംകിനൊക്കെ ഇതുപോലെ ഫ്ലവറൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും? ചിലതിൻ്റെ താഴെ സീഡ് ഉണ്ടായിരിക്കും അല്ലേ, അതോ മത്ത ഉണ്ടായിരിക്കും, ചിലതിലുണ്ടായിരിക്കില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിലെന്താണ് മെയിലും ഫീമെയിലും ഉണ്ട് എന്നുള്ളത്. ദെൻ in the some flowers androecium and gynosium are found in the same flower. ചില ഇതിൽ സെയിം ഫ്ലവറിൽ തന്നെ ഇത് രണ്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബട്ട് ദർ ആർ പ്ലാന്റ്സ് ഇൻ വിച്ച് ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ആർ സീൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്. പക്ഷെ ചിലതിൽ എന്താണ് സെപ്പറേറ്റ് ഫ്ലവേഴ്സിൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഈ ടേബിളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മെയിൽ ഫ്ലവേഴ്സ് ആർ ഫ്ലവേഴ്സ് വിത്ത് ആൻഡ്രോസിയം ഓൺലി. അപ്പോൾ മെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ആൻഡ്രോസിയം മാത്രമുള്ളതിനാണ് മെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുക. സോ വാട്ട് ഈസ് ദ ഫീമെയിൽ ഫ്ലവേഴ്സ്? ഫീമെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്
രണ്ടും കൂടി ഉള്ളതായിരിക്കും അല്ലേ. ക്യാൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ബി കോൾഡ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഇതിനെയാണ് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ പംകിൻ്റേത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണോ? അങ്ങനെയാണെങ്കിൽ യു ഹാവ് ഫൗണ്ട് ദാറ്റ് ദ ലേഡീസ് ഫിംഗർ ഫ്ലവേഴ്സ് ആൻഡ് ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ആർ ബോത്ത് പ്രസൻറ്റ് ഇൻ ദ സെയിം ഫ്ലവർ. അപ്പോൾ സെയിം ഫ്ലവറിൽ തന്നെ ആൻഡ്രോസിയമും ഗൈനോസിയമും കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏതിൽ മനസ്സിലായി? ലേഡീസ് ഫിംഗറിൽ മനസ്സിലായി അല്ലേ. ഈസ് ദ ലേഡീസ് ഫിംഗർ ഫ്ലവർ യൂണിസെക്ഷൽ ഓർ ബയോസെക്ഷൽ? അപ്പോൾ ഇതെന്താണ്, ഈ ലേഡീസ് ഫിംഗറിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് യൂണിസെക്ഷൽ ആണോ അതോ ബൈസെക്ഷൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. വൈ, എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് പഠിക്കണം? എന്താണ് യൂണിസെക്ഷൽ എന്നും എന്താണ് ബൈസെക്ഷൽ എന്നും പഠിക്കണം അല്ലേ. അപ്പോൾ ഫ്ലവേഴ്സ് വിച്ച് പോസസ് ദെയർ ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ആർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? ഈ ആൻഡ്രോസിയമും ഗൈനോസിയമും ഓക്കെ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് കാണുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയും. ഇനി ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഹാവ് ബോത്ത് ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ഇൻ ദ സെയിം ഫ്ലവർ. അപ്പോൾ സെയിം ഫ്ലവറിൽ തന്നെ ആൻഡ്രോസിയമും ഗൈനോസിയമും കാണുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ ലേഡീസ് ഫിംഗറിൽ കാണുന്നുണ്ട്, അങ്ങനെയുള്ളതിനെ നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ലേഡീസ് ഫിംഗറിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ബൈസെക്ഷൽ ആണ്, പംകിൻ്റേത് യൂണിസെക്ഷൽ ആണ്. ഇനി ഒബ്സർവ് ദ ഫ്ലവേഴ്സ് അറൌണ്ട് യു ആൻഡ് ഫൈൻഡ് ദ യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി പ്രസന്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നമ്മുടെ ചുറ്റും നോക്കുക, നമ്മുടെ ചുറ്റും എന്താണ്? ഒരുപാട് ഇതുപോലെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സും ബൈസെക്ഷൽ ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതണം. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ബിറ്റർ കോഡ്, പംകിന്, ക്യുക്കംബർ, ആഷ് കോഡ്, ഇതൊക്കെ എന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. ഇനി ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഷൂ ഫ്ലവർ, അതുപോലെ തന്നെ ഓലഞ്ചർ, ബ്രിഞ്ചാൾ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോയും എഴുതാം കേട്ടോ. ഇനി ഡിസ്കസ് വിത്ത് വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ മോർ എമംഗ് വൺസ് യു ഹാവ് ഒബ്സർവ്ഡ് യൂണിസെക്ഷൽ ഓർ ബൈസെക്ഷൽ. അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ യൂണിസെക്ഷൽ ആണോ ഉള്ളത് ബൈസെക്ഷൽ ആണോ ഉള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് എടുത്ത് ഒരുപാട് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ പ്ലാന്റ്സ്. ഇനി പ്ലാന്റ്സിലും ഇതുപോലെ മെയിലും ഫീമെയിലും ഉണ്ടോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതുപോലെ തന്നെ പ്ലാന്റ്സിലും കൂടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. ആർ ദർ പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വിത്ത് ഓൺലി ഫീമെയിൽ ഫ്ലവേഴ്സ്. അപ്പോൾ നമ്മൾ ഫീമെയിൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ മെയിൽ ഫ്ലവേഴ്സും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതുപോലെ കാണപ്പെടുന്ന പ്ലാന്റ്സ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. ദെൻ there are plants with only male flowers and plants with only female flowers around us. അപ്പോൾ നമ്മുടെ ചുറ്റും എന്തുണ്ട്? ഇതുപോലെ മെയിൽ ഫ്ലവേഴ്സ് മാത്രമുള്ളതും അതുപോലെ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമുള്ളതും ഉണ്ട്. Then plants with only male flowers are called male plants and plants with female flowers only are called female plants. അപ്പോൾ മെയിൽ ഫ്ലവേഴ്സ് മാത്രം കാണപ്പെടുന്നതിനെ നമ്മൾ മെയിൽ പ്ലാന്റ്സ് എന്നും അതുപോലെ ഫീമെയിൽ ഫ്ലവേഴ്സ് കാണപ്പെടുന്നതിനെ നമ്മൾ എന്ത് പറയും? ഫീമെയിൽ പ്ലാന്റ്സും എന്ന് പറയും. ഇവിടെ പറയുന്നുണ്ട് ഡയോഷ്യസ് ആൻഡ് മോണോസിയസ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Then, if the male flowers and female flowers are found in different plants, such plants are called dioecious plants. അപ്പോൾ ഈ എന്താ പറയുന്നത്? മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും സെപ്പറേറ്റ് ആണ് കാണുന്നത് എങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ഡയോഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്സാമ്പിൾസ് ഓഫ് ഡയോഷ്യസ് പ്ലാന്റ്സ് ആർ ഡേറ്റ് പാം, മലബാർ ടാമറിൻഡ്, നട്ട്മെഗ് ആൻഡ് പപ്പായ. അപ്പോൾ നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ഈന്തപ്പന, അതുപോലെ തന്നെ കുടംപുളി, ജാതി, പപ്പായ, ഇതൊക്കെ ഇത്തരത്തിൽ ഉള്ളതാണ്. Then monoecious plants have both male and female flowers in the same plant. അപ്പോൾ സെയിം പ്ലാന്റിന് തന്നെ ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും, മെയിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ മോണോഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? ക്യൂക്കംബർ, പംകിൻ, ആഷ് ഗോഡ്, സ്നേക്ക് ഗോഡ്, കോക്കനട്ട്, ഇതൊക്കെ ഇത്തരത്തിലുള്ളതിന് എക്സാമ്പിൾസ് ആണ്. Then find and write more examples of dioecious and monoecious plants. അപ്പോൾ ഇതിന് കൂടുതൽ എക്സാമ്പിൾസ് എഴുതാൻ നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും നോക്കുക, നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരും കൂടെ പറഞ്ഞു തരുന്നതാണ്. ഇനി യു ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇൻ ഫ്ലവേഴ്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഇപ്പോൾ നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചിട്ടും അതിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. Shouldn't the male gamete and the egg fuse for the
ഫ്ലവർ ടു പ്രൊഡ്യൂസ് എ സീഡ്. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താ ചോദിക്കുന്നത്, ഒരു പൂവിൽ വിത്ത് ഉണ്ടാകണമെങ്കിൽ, അതിൽ സീഡ് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം, അവിടെ അതിൻ്റെ മേൽ ഗാമറ്റും അതുപോലെ തന്നെ എഗ് ഫ്യൂസും എന്ത് ചെയ്യണം, ഒരുമിപ്പിക്കണം അല്ലേ, ഒന്ന് കൂടി ചേർന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൗ ദിസ് ഈസ് പോസിബിൾ, എങ്ങനെയാണ് ഇത് പോസിബിൾ ആകുന്നത്? യു നോ ദാറ്റ് ദ മെയിൽ ഗാമറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ആന്തർ ആൻഡ് ദ എഗ് ഇൻ ദ ഓവറി. കാരണം എന്താണ്, ഇവിടെ നമ്മുടെ മെയിൽ ഗാമറ്റ് കാണുന്നത് ആന്തറിൽ, അതുപോലെ തന്നെ എഗ്ഗ് കാണുന്നത് ഓവറിയിലുമാണ്. ഡോൺ ദ പോളൻ ഗ്രെയിൻസ് നീഡ് ടു റീച്ച് ദ സ്റ്റിഗ്മ ഓഫ് ദ ഗൈനോസിയം ഫോർ ദ മെയിൽ ഗാമറ്റ് ആൻഡ് ദ എഗ് ടു ഫ്യൂസ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടിയിട്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് മാത്രമേ ഒരു റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ്, ഹൗ ഡസ് ദിസ് ഹാപ്പൻ, ഇത് എങ്ങനെയാണ് നടക്കുന്നത്? രണ്ടിലാണുള്ളത് അല്ലേ. ഇപ്പോൾ ചില ഫ്ലവറിൽ ഉണ്ടായിരിക്കും, ചില ഫ്ലവറിൽ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് പോളിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പോളിനേഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. വാട്ട് ഈസ് പോളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഈസ് പോളിനേഷൻ. അഥവാ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് ഈ ഒരു പോളൻ ഗ്രെയിൻസ് എത്തുന്നതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സ്, അപ്പോൾ നമുക്കറിയാം ഫ്ലവേഴ്സിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. ആരൊക്കെയാണ് ഇവിടെ ചിത്രത്തിൽ നോക്കൂ, ഇതിൽ ഒന്ന് ബട്ടർഫ്ലൈ ആണ്, ഒന്ന് തേൻകുരുവിയാണ് അല്ലേ. ഇതൊക്കെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഫ്രണ്ട്സ് ആണ്. ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വാട്ട് ആർ ദ റീസൺ ഫോർ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ഗെറ്റിംഗ് അട്രാക്ട്സ് ടു ഫ്ലവേഴ്സ്, റൈറ്റ് ഡൗൺ യുവർ ഗസ്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സിൽ എന്തുകൊണ്ടാണ് ഈ ഇൻസെക്ട്സ് ഒക്കെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ആർ പ്രൈമറിലി ഡ്രോൺ ടു ഫ്ലവേഴ്സ് ഫോർ ദിയർ നെക്ടർ ആൻഡ് പോളൻ വിച്ച് സെർവ് ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്. അപ്പോൾ തേനും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൂമ്പൊടി എന്ന് പറയും, അതൊക്കെ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഇൻസെക്ട്സും ബേർഡ്സും ഒക്കെ പൂക്കളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അവരുടെ ഭക്ഷണം കൂടിയാണ് അത്. How do flowers benefit when they collect honey from the flowers? Do they help to pollinate flowers? Discuss. ഇത് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുമ്പോൾ പൂക്കൾക്ക് എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? പൂക്കളിലെ പോളിനേഷൻ നടത്താൻ ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? They carry pollen from one flower to another, helping plants to reproduce. അപ്പോൾ ഇവരെന്താണ്, ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് ഈ ഒരു പോളൻ ഗ്രെയിൻസിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷന് ഇവർ സഹായിക്കുന്നുണ്ട്. വാട്ട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ പോളിനേഷൻ? അപ്പോൾ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻസെക്ട്സ് തന്നെയാണ് അല്ലേ. യു നോ ദാറ്റ് ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് പോളിനേഷൻ. ദീസ് ആർ പോളിനേറ്റേഴ്സ്. അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും പോളിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്ത് പറയും? പോളിനേറ്റേഴ്സ് എന്ന് പറയും. ആർ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ദ ഓൺലി പോളിനേറ്റേഴ്സ്? അപ്പോൾ ഇൻസെക്ട്സും അതുപോലെ തന്നെ ബേർഡ്സും മാത്രമാണോ പോളിനേറ്റേഴ്സ് ആയിട്ടുള്ളത്? ഇവിടെ താഴെ നോക്കൂ, ഇവിടെ നമ്മുടെ കുരുമുളക് ബ്ലാക്ക് പെപ്പർ പറയാണ് വി റിക്വയർ വാട്ടർ ഫോർ പോളിനേഷൻ. ഞങ്ങൾക്ക് പോളിനേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? വാട്ടർ വേണം. അപ്പോൾ അവിടുത്തെ പോളിനേറ്റർ എന്ന് പറയുന്നത് ആരാണ്? വാട്ടർ ആണ്. നെക്സ്റ്റ് നമ്മുടെ നെല്ല് പറയാണ് ഫോർ ആസ് പോളിനേഷൻ ടേക്സ് പ്ലേസ് വിത്തിൻ ദ ഹെൽപ്പ് ഓഫ് വിൻഡ്. ഞങ്ങൾക്ക് വിൻഡിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് പോളിനേഷൻ നടക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് വി ഹാവ് ലോട്ട് ഓഫ് ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ്. കാരണം ഞങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണുള്ളത്. അപ്പോൾ വിൻഡിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ പോളിനേറ്റർ എന്ന് പറയുന്നത് വിൻഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ഇൻസെക്ട്സും ബേർഡ്സും മാത്രമല്ല പോളിനേറ്റേഴ്സ് ആയിട്ടുള്ളത്. ഡു പ്ലാന്റ്സ് പോളിനേറ്റഡ് ഇൻ ദിസ് വേ റിക്വയർ ഫാക്ടേഴ്സ് സച്ച് ആസ് കളർ, നെക്ടർ ആൻഡ് ഫ്രാഗ്രൻസ് ടു അട്രാക്ട് പോളിനേറ്റേഴ്സ്. അപ്പോൾ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ വേണം? കളറ്, നെക്ടർ, ഫ്രാഗ്രൻസ്, ഇതൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത്? അതല്ലാതെയും ഉണ്ടല്ലേ. വിച്ച് ആർ ദ പോളിനേറ്റേഴ്സ് യു ഹാവ് കം ടു നോ അബൌട്ട് സോ ഫാർ? അപ്പോൾ ഏതൊക്കെ പോളിനേറ്റേഴ്സിനെയാണ് ഇപ്പോൾ നമുക്ക് പരിചയപ്പെട്ടത്? ഒന്ന് ഇൻസെക്ട്സ്, ബേർഡ്സ്, വാട്ടർ, വിൻഡ്, ഇതിനൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ. ഇനി അവിടെ ചോദിക്കുന്നുണ്ട് ഫോർമുലേറ്റ് എ ഡെഫിനേഷൻ ഫോർ പോളിനേറ്റേഴ്സ്. പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ആരാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് പോളിനേഷൻ ആർ കോൾഡ് പോളിനേറ്റേഴ്സ്. ഒന്നുകൂടെ പറയാം, ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് പോളിനേഷൻ ആർ കോൾഡ് പോളിനേറ്റേഴ്സ്. അപ്പോൾ പോളിനേഷൻ എന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ വാനിലയെ കുറിച്ച് പറയുന്നുണ്ട്. Vanilla is a spice
cultivated in our country. It is a plant native to South America. Vanilla is pollinated by a type of bee, but since this bee is not seen in our place, the farmers produce seeds by artificially pollinating the flowers. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സ്പൈസസ് ആണ് എന്ത് പറയുന്നത്, ഈ ഒരു വാനില എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ജന്മദേശം ആക്ച്വലി തെക്കേ അമേരിക്കയാണ്, ഓക്കെ, സൗത്ത് അമേരിക്കയാണ്. അപ്പോൾ അവിടെ എന്താണ് ഇതിന് പോളിനേഷൻ നടത്താൻ വേണ്ടി ഒരു സ്പെഷ്യൽ ബി ഉണ്ട്, പക്ഷെ അത് നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പോളിനേഷൻ നടത്തുന്നത് ആർട്ടിഫിഷ്യലായിട്ടാണ്. ഇനി നെക്സ്റ്റ് വൺ, സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പോളിനേഷൻ എന്ന സബ്ജക്റ്റിലേക്ക് എത്തി. അപ്പോൾ അതിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ബൈ വിച്ച് പോളിനേഷൻ ഈസ് മെയ്ഡ് പോസിബിൾ. അപ്പോൾ ഈ പിക്ചർ നോക്കുക, എങ്ങനെയൊക്കെയാണ് പോളിനേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിൽ നടക്കുന്നത് എന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഇൻ ദ ഫസ്റ്റ് ഫിഗർ ആർ ഇൻ ദ പോളൻ ഗ്രെയിൻസ് ഓഫ് എ ഫ്ലവർ ഫോളിങ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. ഇവിടെ എന്താണ് പോളിനേഷൻ ഫസ്റ്റ് പിക്ചറിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് അല്ലേ, ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ടു ദ സെയിം ഫ്ലവർ എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പിക്ചറിൽ നോക്കൂ, സെയിം ഫ്ലവർ അല്ല, ഈ ഫ്ലവറിൽ നിന്നും ഈ ഫ്ലവറിലേക്കാണ് അല്ലേ. അപ്പോൾ അവിടെ മറ്റൊരു ഫ്ലവറിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എഴുതാം പോളൻ ഗ്രെയിൻസ് are transferred to another flower of the same plant. Okay, സെയിം പ്ലാന്റ് ആണ്, പക്ഷെ അവിടെ നടക്കുന്നത് ഒരു ഫ്ലവറിൽ നിന്നും അനദർ ഫ്ലവറിലേക്കാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഇതിലേക്കാണ് വരുന്നത് അല്ലേ, ഇതിൽ നിന്നും ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു അനദർ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷ്യസ് തന്നെയാണ്, പക്ഷെ ഒരു പ്ലാന്റിൽ നിന്നും മറ്റൊരു പ്ലാന്റിൻ്റെ ഫ്ലവറിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ മൂന്ന് രീതിയിലാണ് നമുക്കിപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ എന്താണ് സെൽഫ് പോളിനേഷൻ, എന്താണ് ക്രോസ് പോളിനേഷൻ എന്ന് നമുക്ക് നോക്കാം. Transfer of pollen grains to the stigma of the same flower or the stigma of another flower of the same plant is self pollination. അപ്പോൾ ഒരു പൂവിലെ പോളിൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൽ തന്നെ എന്ത് ചെയ്യുക, പോളിൻ ചെയ്യേണ്ട സ്ഥലത്തേക്ക് അതേ ചെടിയിലെ ഒരു ഫ്ലവറിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പിക്ചറിൽ കണ്ടിട്ടുള്ളത് നമ്മൾ സെൽഫ് പോളിനേഷൻ ആയിരുന്നു. ഇനി അടുത്തത് ക്രോസ് പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷ്യസ്. അപ്പോൾ സെയിം സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്നും മറ്റൊരു പ്ലാന്റിലേക്കാണ് അവിടെ പോകുന്നത്. ഓക്കെ, ഫ്ലവറിലും മാറ്റമുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റിലും മാറ്റമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ തേർഡ് പിക്ചറിലുള്ളത് ക്രോസ് പോളിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, in the figure you have observed in which flowers does self pollination take place. അപ്പോൾ ഇവിടെ സെൽഫ് പോളിനേഷൻ നടന്നിട്ടുള്ളത് ഫിഗർ നമ്പർ 1 and 2 ആയിരുന്നു. ക്രോസ് പോളിനേഷൻ നടന്നിട്ടുള്ളത് ഫിഗർ നമ്പർ 3 ആയിരുന്നു. ഓക്കെ, ഇനി ഇവിടെ താഴെ നമുക്ക് നോക്കാം. താഴെ തന്നിട്ടുള്ളത് അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോളിനേഷൻ, പുട്ട് ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് വൺ. അപ്പോൾ ഏതാണോ കറക്റ്റ് വൺ ആയിട്ടുള്ളത് അതിന് എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കാനാണ്. ഫസ്റ്റ് വൺ, ഇൻ ഡയോഷ്യസ് പ്ലാന്റ്സ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ്. ഡയോഷ്യസ് പ്ലാന്റിൽ എന്താണ്, ആകെ ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കൂ എന്നുള്ളത് എന്താണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഇൻ മോണോഷ്യസ് പ്ലാന്റ്സ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്സ് പ്ലേസ്. അതെന്താണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. തേർഡ് വൺ, ബോത്ത് സെൽഫ് പോളിനേഷൻ ആൻഡ് കോർ പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ ക്രോസ് പോളിനേഷനും അതുപോലെ തന്നെ സെൽഫ് പോളിനേഷനും നടക്കും. അതെന്താണ്, ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ഇവിടെ കൂടുതൽ റീഡിങ്ങിനായിട്ട് പറയുന്നൊരു കാര്യമാണ് നേച്ചർ വിച്ച് എൻകറേജ് ക്രോസ് പോളിനേഷൻ. എന്താണ്, നേച്ചർ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുന്നത് ക്രോസ് പോളിനേഷനെയാണ്. നേച്ചർ ഇറ്റ് സെൽഫ് പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ ആൻഡ് എൻകറേജ് ക്രോസ് പോളിനേഷൻ ടു പ്രൊഡ്യൂസ് ബെറ്റർ ആൻഡ് മോർ ഡൈവേഴ്സ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവാനും അതുപോലെ തന്നെ കൂടുതൽ എന്താ പറയുക, ബെറ്റർ ആയിട്ടുള്ളത് ഉണ്ടാവാനും വേണ്ടിയിട്ട് ക്രോസ് പോളിനേഷനെയാണ് പ്രകൃതി തന്നെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നത്. ഇൻ ദ ഫ്ലവേഴ്സ് ഓഫ് സം പ്ലാന്റ്സ് ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മെച്യൂർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. കാരണം ഡിഫറെൻറ്റ് ടൈംസിലാണ് ഒരു പ്ലാന്റ്സിലെ മെയിൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ
ഫീമെയിലിൻ്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മെച്യൂർ ആകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻ സൺഫ്ലവർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഗൈനോസിയം ഈസ് കംപ്ലീറ്റഡ് ഓൺലി ആഫ്റ്റർ ദ സ്റ്റെമൻ ഹാസ് റീച്ച്ഡ് ഫുൾ മെച്യൂരിറ്റി. അപ്പോൾ സ്റ്റെമൻ ഫുൾ മെച്യൂരിറ്റിയിൽ എത്തിയാൽ മാത്രമേ ഈ ഒരു സൺഫ്ലവറിലെ ഗൈനോസിയം കംപ്ലീറ്റ് ആയിട്ട് മെച്യൂർ ആവുന്നുള്ളൂ. ഇൻ അവക്കാഡോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഗൈനോസിയം ആൻഡ് സ്റ്റെമൻ ആർ കംപ്ലീറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അതുപോലെ അവക്കാഡോ എടുക്കുകയാണെങ്കിൽ അതിലെ ഗൈനോസിയമും അതുപോലെ തന്നെ സ്റ്റെമ്മും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് മെച്യൂർ ആവുന്നത്. സ്റ്റെമൻസ് ആർ ഗൈനോസിയം ആർ സിറ്റുവേറ്റഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ ഇൻ എ ഗ്ലോറിയോസ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മേന്തോനിയിലാണ്. ഓക്കെ, അതിലെന്താണ് ഇത് രണ്ടും സംഭവിക്കുന്നത് രണ്ട് ദിശയിലാണ്. ഒന്നിന് ചിലപ്പോൾ മെച്യൂർഡ് ആവും, ഒന്നിന് മെച്യൂർഡ് ആവില്ല. അപ്പോൾ അവിടെ ക്രോസ് പോളിനേഷൻ നടക്കുമ്പോൾ നമുക്ക് മെച്യൂർ ആയിട്ടുള്ളതിൽ നിന്നും പോളിനേഷൻ നടത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നേച്ചർ തന്നെ ഇതിനെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ആഫ്റ്റർ പോളിനേഷൻ. ഇനി പോളിനേഷൻ നടന്നു കഴിഞ്ഞു, ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പോളിനേഷൻ മാത്രം നടന്നാൽ മതിയോ? പോരാ. What happens to pollen grains after pollination? Write the process that take place after pollination by analyzing the given note. Make use of the discussion point also. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് അതിൻ്റെ പ്രോസസ്സ് തന്നിട്ടുണ്ട്, അതൊന്ന് ഡിസ്കസ് ചെയ്യണം. എന്താണ് ഇവിടെ നോക്കൂ, അടുത്തതായിട്ടെന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ് സംഭവിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആഫ്റ്റർ പോളിനേഷൻ ദ പോളൻ ഗ്രെയിൻസ് ഗ്രോസ് ഡൗൺ ത്രൂ സ്റ്റൈൽ ടുവേർഡ്സ് ദ ഓവറി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ട്യൂബിൻ്റെ ഉള്ളിലായിട്ട് ഒരു എന്താണ് അവിടെ ഒരു ഒരു പോളൻ ഗ്രെയിൻസ് വളരുകയാണ് അവിടെ ചെയ്യുക. ഈ ചിത്രത്തിൽ കാണുന്നില്ല, ഇതേപോലെ ഇതാണ് പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഒരു പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ വളരുകയാണ് ചെയ്യുക. അതെന്ത് ചെയ്യണം? അത് മെയിൽ ഗമറ്റ് റീച്ച് ദ ഓവറി ത്രൂ ദിസ് ട്യൂബ് ആൻഡ് ഫ്യൂസസ് വിത്ത് ദിസ് എഗ്. അത് നേരെ ആ ഒരു ഓവറിയിലേക്ക് എത്തിച്ചേരണം. അവിടെ മെയിൽ ഗമറ്റ് ആ ഒരു ഓവറിയിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുകയുള്ളൂ? ഒരു എഗ്ഗുമായി കൂടിച്ചേർന്ന് ഈ ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമറ്റ് ആൻഡ് എഗ് ടു ഫോം സൈക്കോട്ട് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഈ ഒരു മെയിൽ ഗമറ്റ് എഗ്ഗുമായിട്ട് ഫോം ചെയ്ത് അവിടെ സൈക്കോട്ട് എന്ന് പറഞ്ഞ ഒരു സിക്താണ്ഡം എന്ന് പറയും. അത് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ പോളിനേഷൻ നമുക്ക് എന്ത് നടക്കണം? ഫെർട്ടിലൈസേഷൻ ആണ് നടക്കേണ്ടത്. ഡിസ്കസ് പോയിന്റ്സ്. അപ്പോൾ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ പോളിനേഷൻ? ഈ പോളിനേഷന് ശേഷം എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് പിന്നീട് ഉണ്ടാവുന്നത്? ആഫ്റ്റർ പോളിനേഷൻ ദ പോളൻ ഗ്രേൻസ് ഗ്രോസ് ഡൗൺ ത്രൂ സ്റ്റൈൽ ടുവേർഡ്സ് ദ ഓവറി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. ഒരു ട്യൂബിൻ്റെ ട്യൂബായിട്ട് അവിടെ വളരുകയും എന്താണ് വളരുന്നത്? ആ ഒരു പോളൻ ഗ്രെയിൻസ് ട്യൂബായിട്ട് അവിടെ വളരുകയാണ് ചെയ്യുന്നത്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ മെയിൽ ഗമറ്റ് റീച്ച് ദ ഓവറി? എങ്ങനെയാണ് മെയിൽ ഗമറ്റ് ഓവറിയിൽ എത്തിച്ചേരുന്നത്? ഇറ്റ് റീച്ച് ഓവറി ത്രൂ പോളൻ ട്യൂബ് ആൻഡ് ഫ്യൂസസ് വിത്ത് എഗ്. എഗ്ഗോടുകൂടി ഫ്യൂസ് എഗ്ഗോട് കൂടിയിട്ട് പോളൻ ട്യൂബിലൂടെ ഓവറിയിലേക്ക് എത്തിച്ചേരാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? അപ്പോൾ എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമറ്റ് ആൻഡ് എഗ് ടു ഫ്രം സൈക്കോട്ട്. അത് സൈക്കോട്ടായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബൈ വിച്ച് നെയിം ഈസ് ദ ഫെർട്ടിലൈസർ എഗ് നോൺ? ആ ഒരു ഫെർട്ടിലൈസർ എഗ്ഗിനെ നമ്മൾ പറയുന്നത് എന്താണ്? ദ ഫെർട്ടിലൈസർ എഗ് ഈസ് നോൺ ആസ് സൈക്കോട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞു, ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ദെൻ The picture shows the changes in the tomato flower after fertilization. അപ്പോൾ ഫെർട്ടിലൈസേഷൻ സംഭവിച്ചതിന് ശേഷം ഒരു ടൊമാറ്റോ ഫ്ലവറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ എന്താണ് കാണുന്നത്? സീഡ് വലുതാവും, അതുപോലെ ആ ഫ്ലവർ ഇങ്ങനെ എന്താ പറയുക ആകെ ഉണങ്ങി കടിച്ച രൂപത്തിലേക്കായിട്ട് മാറും അല്ലേ? ഇതാണ് അവിടുത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ പെറ്റൽസിന്, സെപ്പൽസിന്, പെഡിസല്, ഓവറി, ആൻഡ്രോസിയം ഇതിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെറ്റൽസ് വിതർ ഓഫ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതെന്താണ് സംഭവിക്കുക? അതാകെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് മാറും. സെപ്പൽസ്
മേ ഫോൾ ഓഫ് ഓർ റിമൈൻ ആസ് എ പാർട്ട് ഓഫ് ദ ഫ്രൂട്ട് ബേസ്. ആ ഫ്രൂട്ട് ബേസിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മാറുകയാണ് ചെയ്യുന്നത്. ചിലപ്പം കൊഴിഞ്ഞു പോകും, ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാറും. നെക്സ്റ്റ് പെഡിസലിൽ സംഭവിക്കുന്നത് ഗ്രോ സ്ട്രോങ്ങർ ആൻഡ് സപ്പോർട്ട് ഫ്രൂട്ട്. ആ ഫ്രൂട്ടിനെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിർത്തും. നെക്സ്റ്റ് വൺ ഓവറി ആണ്. ഡെവലപ്സ് ഇൻ ടു ദ ഫ്രൂട്ട്. എന്താണ് ആ ഫ്രൂട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഓവറിയിലാണ്. നെക്സ്റ്റ് ആൻഡ്രോസിയം ആവുന്നത് വിതർ ആൻഡ് ഫോൾ ഓഫ് ആഫ്റ്റർ പോളിനേഷൻ. ചിലപ്പോൾ പോളിനേഷന് ശേഷം അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ട് താങ്ങി നിർത്തും, അല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സോ ഡു ദ സെയിം ചേഞ്ചസ് ഒക്കെയർ ഇൻ ഓൾ ഫ്ലവേഴ്സ് യു ഹാവ് ഒബ്സർവ്ഡ്. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിലും ഇതേ സെയിം തന്നെയാണോ സംഭവിക്കുന്നത്? ഓരോ ഫ്ലവേഴ്സിലും എന്തെങ്കിലും ചേഞ്ചസുകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചില ഫ്ലവേഴ്സിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും, നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. After fertilization, the zygote becomes the embryo, the ovule becomes the seed, and the ovary becomes the fruit. അപ്പോൾ എന്താണ് ഇവിടെ ഫെർട്ടിലൈസേഷൻ സംഭവിച്ച ശേഷം ഈ സൈഗോട്ട് എന്ന് പറയുന്നത് അവിടെ എംബ്രിയോ ആയിട്ടും അതുപോലെ ഓവ്യൂൾ സീഡായിട്ടും അതുപോലെ ഓവറി അതിൻ്റെ ഫ്രൂട്ടായിട്ടുമാണ് മാറുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇനി ഫ്രൂട്ട് ആവുകയാണ് അല്ലേ. അപ്പോൾ ഇനി ഫ്രൂട്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. Then it is understood that the ovary develops into the fruit after fertilization. നമുക്ക് മനസ്സിലായി ഫെർട്ടിലൈസേഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം അവിടെ സംഭവിക്കുന്നത് എന്താണ്? അതൊരു ഫ്രൂട്ടായിട്ട് മാറുക എന്നുള്ളതാണ്. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഓവറീസ് ആൻഡ് ദ നമ്പർ ഓഫ് ഫ്രൂട്ട്സ്? അപ്പോൾ നമ്പർ ഓഫ് ഓവറീസും നമ്പർ ഓഫ് ഫ്രൂട്ട്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ബിറ്റർ ഗോഡ് ഫ്ലവർ ഹാസ് ഓൺലി വൺ ഓവറി. അപ്പോൾ ബിറ്റർ ഗോഡിന് എന്താണ്? ആകെ ഒരു ഓവറി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ദർ ഫ്രം ഇറ്റ്? അപ്പോൾ അതിന് എത്ര ഫ്രൂട്ട്സ് ഉണ്ടാവുക? ഒരു ഫ്രൂട്ട്സ് തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ദെൻ അതുപോലെ ലൈക്ക് ബിറ്റർ ഗോഡ് ഫ്ലവർ, ദ ഫ്ലവർ ഓഫ് മാംഗോ, ലേഡീസ് ഫിംഗർ, പീ, പപ്പായ എക്സെട്ര ആൾസോ ഹാവ് ഓൺലി വൺ ഓവറി. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ, വെണ്ട, പയർ, പപ്പായ ഇതിനൊക്കെ ഒരു ഓവറി മാത്രമാണ് ഉള്ളത്. എ സിമ്പിൾ ഫ്രൂട്ട് ഈസ് എ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ. അപ്പോൾ ഒരു സിംഗിൾ ഫ്രൂട്ടിൽ നിന്നുമാണ് ഒരു സിംഗിൾ ഫ്ലവർ അവിടെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി അല്ലേ. അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഫ്രൂട്ട്സ്? സിമ്പിൾ ഫ്രൂട്ട്സിന് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്താൻ വേണ്ടി പറ്റുമോ? അതുപോലെ ഇഫ് എ ഫ്ലവർ ഹാസ് മോർ ദാൻ വൺ ഓവറി ക്യാൻ ഇറ്റ് പ്രൊഡ്യൂസ് മോർ ദാൻ വൺ ഫ്രണ്ട് ഫ്രൂട്ട്? അപ്പോൾ കൂടുതൽ ഓവറി ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ദർ ഈസ് മോർ ദാൻ വൺ ഓവറി ഈസ് ദ കസ്റ്റാർഡ് ആപ്പിൾ ഫ്ലവർ. കസ്റ്റാർഡ് ആപ്പിളിൽ എന്താണ്? ഒന്നിലധികം ഓവറീസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നും എന്താണ് ഉണ്ടാവുന്നത്? കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ടോ, കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്താണ്? കൂടുതൽ ഫ്രൂട്ട്സ് അല്ല അല്ലേ. അവിടെ എന്താണ്? ഹാവൻ യു റിയലൈസ്ഡ് ദാറ്റ് ഇഫ് എ ഫ്ലവർ ഹാസ് മോർ ദാൻ വൺ ഓവറി ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ ഫ്രൂട്ട്. എ ഫ്രൂട്ട് ദാറ്റ് ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഫ്ലവർ വിത്ത് മൾട്ടിപ്ലൈ ഓവറി ഈസ് കോൾഡ് ആൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട്. കസ്റ്റാർഡ് ആപ്പിൾ ഈസ് ആൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒന്നിലധികം ഓവറീസ് ഉണ്ടെങ്കിൽ ആ ഒരു പൂവിൽ നിന്നും ഉണ്ടാകുന്ന ഫ്രൂട്ടിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തി എഴുതണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സിമ്പിൾ ഫ്രൂട്ട് അതുപോലെ ഏതൊക്കെയാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ രണ്ടെണ്ണം മനസ്സിലായി അല്ലേ ഏതൊക്കെയാണെന്നുള്ളത്. രണ്ടെണ്ണത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഇനി കൂടുതൽ നമുക്ക് താഴെ നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സീഡ്ലെസ് ഫ്രൂട്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻ സം കേസസ് ദ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സച്ച് ഫ്രൂട്ട്സ് ഡു നോട്ട് ഹാവ് സീഡ്സ്. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് parthenocarpy. Seedless fruit may occur naturally. They are also made artificially. Banana and pineapple are natural seeds fruits. We have artificially developed seedless varieties of grapes, tomatoes and watermelons. അപ്പോൾ എന്താണ് പറയുന്നത്? ചില ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും, അതിനെന്താണ് അവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നിട്ടൊന്നല്ല അവിടെ ഉണ്ടാവാറുള്ളത്. ഇത്തരം ഉണ്ടാവുന്നതിന് എന്തുണ്ടാവില്ല? അതിന് സീഡ് ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പൈനാപ്പിൾ അതുപോലെ തന്നെ ബനാന ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. ഇപ്പം എന്താണ് നമ്മൾ ഗ്രേപ്സ്, ടൊമാറ്റോ, വാട്ടർമെലൻ ഇതൊക്കെ ഇത്തരത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫ്ലോറൻസൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹാവ് യു ഒബ്സർവ്ഡ് ഫ്രൂട്ടിംഗ് ഓഫ് ഇൻഫ്ലോറൻസൻസ്? ഇനി ഇൻഫ്ലോറൻസൻസിൽ അഥവാ കൂടുതൽ ഫ്ലവേഴ്സ് ഉള്ള അതിലെന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മാംഗോ ട്രീ നോക്കൂ. മാംഗോ ട്രീയിൽ ഒരുപാടുണ്ട് അല്ലേ, പക്ഷെ അവിടെ മാങ്ങ ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ബനാന പ്ലാന്റിൽ എങ്ങനെയാണ് എന്നുള്ളത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലോറൻസൻസ് ആണ്.
ഇനി ഇവിടെ നോക്കൂ, അടുത്തതായിട്ട് ജാക്ക് ഫ്രൂട്ടിലാണ് അല്ലേ. ഇവിടെ ഹാവ് യു നോട്ടീസ് ദാറ്റ് ഈച്ച് ഫ്ലവർ ഓഫ് ഇൻഫ്ലോറൻസസ് ഇൻ മാംഗോ ട്രീ ടേൺസ് ഇൻ ടു എ മാംഗോ. മാവിലെ എല്ലാ ഇൻഫ്ലോറൻസൻസും, എല്ലാ പൂങ്കുലയിലും ഓരോ പൂവിലും ഓരോ മാങ്ങയായിട്ട് മാറുന്നുണ്ടോ? ഇല്ല, കുറേയൊക്കെ കൊഴിഞ്ഞു പോകും അല്ലേ, കുറച്ച് മാത്രമേ അതിൽ മാംഗോ ആയിട്ട് മാറുന്നുള്ളൂ. Then in the inflorescence is banana plant also, each flower becomes a fruit. അതുപോലെ തന്നെ banana plants സെയിം ആണോ? ബട്ട് ഡസ് ദിസ് ഹാപ്പൻ ഇൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീ. അപ്പോൾ ബനാനയിൽ ഒരുവിധം ഒക്കെ ബനാനയായിട്ട് മാറും, ആ അവസാനം മാത്രമേ ബനാന ആവാത്തുള്ളൂ അല്ലേ. ഇനി ജാക്ക് ഫ്രൂട്ടിലാണെങ്കിലും ഇതെല്ലാം കൂടെ ഒന്നായിട്ടാണ് മാറുന്നത്. Then the fruits formed from inflorescence of mango tree and banana plant are seen as separate fruits. അപ്പോൾ ഇവിടെ ഈ ബനാന ട്രീയിലായിക്കോട്ടെ അതുപോലെ തന്നെ മാംഗോ ട്രീയിലായിക്കോട്ടെ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്നായിട്ടല്ല കാണാൻ വേണ്ടി കഴിയുന്നത്. But fruits formed from the inflorescence of jackfruit tree combine to form a single fruit tree. പക്ഷെ അവിടെ എന്താണ്, ജാക്ക് ഫ്രൂട്ടിൽ സിംഗിൾ ട്രീ ഫ്രൂട്ട് ആയിട്ടാണ് മാറുന്നത്. Fruits formed from the inflorescence are combined together to a single fruit. Such fruits are called multiple fruits. Pineapple, wild jackfruit and a breadfruit are multiple fruits. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് എന്താണ്, പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, അതുപോലെ തന്നെ ബ്രെഡ് ഫ്രൂട്ട്, ആഞ്ഞിലിച്ചക്ക എന്നൊക്കെ പറയും, ശീമച്ചക്ക, ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്യൂഡോ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് പഠിച്ചു. Do all the fruits that we see develop from ovaries? അപ്പോൾ എല്ലാ ഇതും ഈ ഓവറീസിൽ നിന്നുമാണോ ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചത് ഓവറിയിൽ നിന്നാണെന്നോ അല്ലേ? ശരിക്കും എല്ലാതും ഓവറിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് കാഷ്യൂ ഫ്രൂട്ട് ആണല്ലേ. ഇത് ശരിക്കും ഓവറിയിൽ നിന്നാണോ ഉണ്ടാകുന്നത്? Which parts of cashew looks like a fruit? How is cashew differ ഫ്രം അതർ ഫ്രൂട്ട്സ്? അപ്പോൾ അവിടെ ഈ ഒരു ഫ്ലവേഴ്സിൽ നിന്നല്ല ഉണ്ടാകുന്നത് അല്ലേ, അല്ലാതെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇൻ നോർമൽ ഫ്ലവേഴ്സ് ദ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. അപ്പോൾ നോർമൽ ആയിട്ട് എല്ലാ ഓവറിയിൽ നിന്നുമാണ് ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. സം ടൈം പാർട്സ് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ദ ഓവറി ഓൾസോ ബിക്കം ഫ്രൂട്ട്. അപ്പോൾ ചില സമയത്ത് ചില പാർട്സ് ഓഫ് ഫ്ലവേഴ്സിൽ നിന്നും എന്തായിട്ട് മാറാറുണ്ട്, ഫ്രൂട്ടായിട്ട് മാറാറുണ്ട്, ഓവറിയിൽ നിന്നല്ല ഉണ്ടാവാറുള്ളത്. ദീസ് ആർ സ്യൂട്ടോ ഫ്രൂട്ട്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്യൂട്ടോ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇൻ കാഷ്യൂ ദ പെഡിക്കിൾ ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്സ്. അപ്പോൾ കാഷ്യോയിൽ എന്ന് പറയുന്നത് അവിടെ പെഡിക്കിളാണ് എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത്. ദെൻ അപ്പോൾ ഇത്തരത്തിലുള്ളതിനെ കൂടുതൽ നമ്മളെടുത്ത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ സിമ്പിൾ ഫ്രൂട്ട് ഏതൊക്കെയാണ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഏതൊക്കെയാണ്, മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഏതൊക്കെയാണ്, സ്യൂഡോ ഫ്രൂട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ഫ്രൂട്ട് മാംഗോ, ഗുവാവ, പപ്പായ. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് കസ്റ്റാർഡ് ആപ്പിൾ, പോളിയാൽത്തിയ ഫ്രൂട്ട്, സ്ട്രോബെറി. മൾട്ടിപ്പിൾ ഫ്രൂട്ട് പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, ബ്രെഡ് ഫ്രൂട്ട്. സ്യൂഡോ ഫ്രൂട്ട് എന്ന് പറയുന്നത് കാഷ്യൂ ആപ്പിൾ, ആപ്പിൾ, റോസ് ആപ്പിൾ. ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലോറികൾച്ചറിനെ കുറിച്ചിട്ടാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ. ദെൻ ഹൗ ടു ഫ്ലവർ ബെനിഫിറ്റ്സ് ആസ്. ഫ്ലവർ എന്ന് പറയുന്നത് ഈ ഒരു അടുത്തൊരു ഫ്രൂട്ട് ഉണ്ടാവാൻ മാത്രമാണോ നമുക്ക് ഉള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുകൊണ്ടുള്ള യൂസസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആർ ദ യൂസ്ഫുൾ ഓൺലി ഇൻ പ്ലസിങ് അവർ ഐസ്. നമ്മുടെ കണ്ണിന് കുളിർമ തരാൻ മാത്രമാണോ, വേറെ എന്തിനൊക്കെയാണുള്ളത്, അതിൻ്റെ യൂസസ് ആണ്. മെഡിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മരുന്നിന് ചില ഫ്ലവേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഫുഡിന് ഉപയോഗിക്കാറുണ്ട്. ഇനി ഹണിക്ക് ഉപയോഗിക്കാറുണ്ട്, ഡൈസ്, പെർഫ്യൂം, ഡെക്കറേഷൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ ഒരു ഫ്ലവേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ ചെക്ക് യുവർ സ്കൂൾസ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വിത്ത് ഡിഫറെൻറ്റ് യൂസസ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ പോവുക, അവിടെ എന്തൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസസ് എന്ന് മനസ്സിലാക്കുക. Then if there are no such plants, to enrich the garden by including them. ഇനി ഇത്തരത്തിലുള്ള ഫ്ലവറിംഗ് ഗാർഡൻസ് ഒന്നും നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈസൻ ഇഫ് പ്രോഫിറ്റബിൾ ടു ഗ്രോ ഫ്ലവേഴ്സ് കൊമേഴ്ഷ്യലി. ഇനി കൊമേഴ്ഷ്യലി ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, ഉണ്ട് അല്ലേ. ഓണത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓണം അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സിന് ഡിമാൻഡ് കൂടുതലാണ്, എസ്പെഷ്യലി ഓണത്തിന് നമുക്ക് ഫ്ലവേഴ്സ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാവ് യു വിസിറ്റഡ് പ്ലേസസ് വേർ ഫ്ലവേഴ്സ് ആർ കൾട്ടിവേറ്റഡ്. ഈ ഫ്ലവേഴ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ?
Then how beautiful is it to see the gardens with different color flowers. അവിടെ എന്താണ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരിക്കും അല്ലേ, നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയിട്ടൊന്ന് കാണാം. അപ്പോൾ എന്താണ് ഫ്ലോറികൾച്ചർ എന്നാണ് പറയുന്നത്. Flower farming or floriculture is a process of developing, growing and nurturing flowers and ornamental plants കൊമേഴ്ഷ്യലി. അതോ കൊമേഴ്ഷ്യലി ആയിട്ട് ഈ ഒരു ഓർണമെൻ്റൽ ഫ്ലവേഴ്സിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഫ്ലവേഴ്സിനെ ആയിക്കോട്ടെ ഒക്കെ ഗ്രോ ചെയ്യുന്നതിനെ, ഡെവലപ്പ് ചെയ്യുന്നതിനെ, നർച്ചർ ചെയ്യുന്നതിനെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്ലോറികൾച്ചർ അല്ലെങ്കിൽ ഫ്ലവർ ഫാമിംഗ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാമിംഗ് ഫ്ലവേഴ്സ്? എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സപ്പോർട്ട് പോളിനേറ്റേഴ്സ്, പോളിനേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. ജനറേറ്റ്സ് ഇൻകം നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എൻകറേജ് ടൂറിസം ഇതിലൂടെ വളരുന്നുണ്ട്. മാത്രമല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വളരെയധികം കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ കൊമേഴ്ഷ്യലി ഗ്രോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്? ഏതൊക്കെയാണ് കൊമേഴ്ഷ്യലി ആയിട്ട് വളരുന്ന പ്ലാന്റ്സ്? ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. റോസ്, ആന്തൂറിയം, ഓർക്കിഡ്, ലോട്ടസ് തുടങ്ങിയ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മാരിഗോൾഡ് ഒക്കെ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി ആന്തൂറിയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആന്തൂറിയം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ഇൻ ഫ്ലോറികൾച്ചർ. ഫ്ലോറികൾച്ചറിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആന്തൂറിയം പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോറികൾച്ചറിൽ വളരെയധികം നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ദ മോസ്റ്റ് അട്രാക്റ്റീവ് പാർട്സ് ഓഫ് ഇറ്റ് ദ മോഡിഫൈഡ് ലീവ്സ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ലീവ്സ് തന്നെയാണ് അല്ലേ. സച്ച് കളേർഡ് പാർട്സ് ഫൗണ്ട് നിയർ ദ ഫ്ലവർ ആർ കോൾഡ് എ ബ്രാക്ടസ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പൂവിനോട് ചേർന്ന് കാണപ്പെടുന്ന നിറമുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ബ്രാക്ടസ് എന്ന് പറയുന്നത്. ദ ഫംഗ്ഷൻ ഓഫ് ബ്രാക്ടസ് ഈസ് ടു അട്രാക്ട് പോളിനേറ്റേഴ്സ്. അപ്പോൾ എന്താണ്, ഇതാണ് പോളിനേറ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പാർട്സ് എന്ന്, അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അട്രാക്റ്റീവ് ബ്രാക്ട്സ് ആർ ഓൾസോ സീൻ ഇൻ ദ ബനാന ആൻഡ് ബൊഗൈൻവില്ല പാർട്സ് പ്ലാന്റ്സ്. അപ്പോൾ മാത്രമല്ല ഇത് ഈ ഒരു ബനാന അതുപോലെ ബൊഗൈൻവില്ല എന്നിവയിലൊക്കെ ഇത്തരത്തിലുള്ള ബ്രാക്ടസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. Then നെക്സ്റ്റ് പറയുന്നുണ്ട്, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫ്ലവേഴ്സ് ആർ നോട്ട് മെയർലി വണ്ടർഫുൾ സൈറ്റ് വിച്ച് റിഫ്രഷ് അവർ ഐസ് ബട്ട് ദേ ഓൾസോ ഹാവ് മെനി അതർ ബെനിഫിറ്റ്സ് ആസ് വെൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് കുളിർമ നൽകാൻ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനൊരു സന്തോഷം നൽകാനുള്ള ഒന്നല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. അതിന് വേറെയും ഒരുപാട് എന്തുണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസും ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. നൗ യു ഹാവ് ലേൺ ദാറ്റ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ഈസ് ടു പ്രൊഡ്യൂസ് സീഡ്സ് ആൻഡ് മെയിൻറ്റെയിൻ ദ ജനറേഷൻ ഓഫ് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സീഡ് പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ പുതിയ ജനറേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലായി അല്ലേ. ലെറ്റ് us കൺസേർവ് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനെയും ഫ്ലവേഴ്സിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസേർവ് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ പ്രവർത്തനം നോക്കാം. ലെറ്റ്സ് അസസ് എന്നുള്ള പ്രവർത്തനമാണ് ആദ്യമായിട്ട് നോക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഓഫ് മാംഗോ, ബനാന ആൻഡ് ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് ദ ഡിഫറൻസസ്. അഥവാ മാവ്, വാഴ, പ്ലാവ് എന്നീ സസ്യങ്ങളുടെ ഫ്ലവേഴ്സ് അതുപോലെ ഫ്രൂട്ട്സ് ഇവ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലവേഴ്സിൽ നോക്കാം. ഫ്ലവേഴ്സിൽ മാംഗോ എന്ന് പറയുന്നത് സ്മോൾ യെല്ലോയിഷ് വൈറ്റ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് ആണ്. ഫൗണ്ട് ഇൻ ലാർജ് ബ്രാഞ്ച് ക്ലസ്റ്റേഴ്സ് ആണ്. ഫ്ലവർ ആർ യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ മിക്സ്ഡ് ടുഗെദർ. പോളിനേഷൻ മെയിൻലി ബൈ ഇൻസെക്ട്സ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പോയിന്റ്. നെക്സ്റ്റ് വൺ, ബനാനയിൽ എങ്ങനെയൊക്കെയാണ്, ലാർജ് പർപ്പിൾ റെഡ് ബ്രാക്കറ്റ്സ് വിത്ത് flowers inside. Flowers are unisexual. Female flowers at the base, male at the tip. Arranged in clusters. Pollination by wind, insects or bats. But most cultivated bananas are seedless and developed by parthenography. ഓക്കെ, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. നെക്സ്റ്റ് വൺ, ജാക്ക് ഫ്രൂട്ടിൽ എങ്ങനെയാണ്, ടൈനി ഗ്രീനിഷ് ഫ്ലവേഴ്സ് ആണ്. നോട്ട് ഷോയി. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ സെപ്പറേറ്റ് ബട്ട് പോൺ ഓൺ ദ സെയിം പ്ലാന്റ്. ഓക്കെ, അതോ മോണോഷ്യസ് ആണ്. മെയിൽ ഫ്ലവേഴ്സ് ഇൻ സ്മോൾ സ്പൈക്സ്, ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ലാർജർ തിക്കർ സ്പൈക്സ്. വിൻഡ് പോളിനേറ്റർ ആണ്. നെക്സ്റ്റ് വൺ, ഇനി ഇതിൽ ഫ്രൂട്ട്സിൽ എങ്ങനെയൊക്കെയാണ് ഡിഫറെൻ്റ് എന്ന് നോക്കാം. മാംഗോയിൽ എ ഡ്രംബി ആണ്. ദ സിംഗിൾ ഫ്രൂട്ട് ഡെവലപ്പ് ഓൺലി ഫ്രം വൺ ഫ്ലവർ. ഫ്ലഷി, സ്വീറ്റ് ആൻഡ് എഡിബിൾ ആണ്. ബനാനയിൽ എന്ന് പറയുന്നത് എ ബെറി ആണ്. ഫ്രൂട്ട് ഡെവലപ്സ് ഫ്രം ദ ഓവറി വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. സോഫ്റ്റ് എലോങ്കേറ്റഡ് സീഡ്ലെസ് ആണ്.
ജാക്ക് ഫ്രൂട്ടിൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ് അതിനുള്ളത്. വെരി ലാർജ് സ്പൈനി ഔട്ടർ കവറിംഗ് ആണുള്ളത്. ഇൻസൈഡ് കണ്ടെയ്ൻസ് എഡിബിൾ യെല്ലോ സ്വീറ്റ് ബൾബ്സ് ആണ് സീഡ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് കോക്കനട്ട് ഈസ് നോട്ട് ട്രൂ? കോക്കനറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ട്രൂ അല്ലാത്തത് ഏതാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ മോണോഷ്യസ് പ്ലാന്റ്സ് എന്നുള്ളതാണ്. ഇതെന്താണ്? ഒരു മോണോഷ്യസ് പ്ലാന്റ്സ് ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മളവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പം അതെന്താണ്? അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വൺ, കോക്കനട്ട് ഹാസ് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. കോക്കനറ്റിൽ മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് ഉണ്ട്, അതും ശരിയാണ്. കോക്കനട്ട്സ് ആർ പ്രൊഡ്യൂസർ ഫ്രം ഫീമെയിൽ ഫ്ലവേഴ്സ്. കോക്കനറ്റ് ഉണ്ടാവുന്നത് ഫീമെയിൽ ഫ്ലവേഴ്സിൽ നിന്നാണ്, അതും ശരിയാണ്. ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ആർ പ്രസന്റ് ഇൻ ദ സെയിം ഫ്ലവർ. സെയിം ഫ്ലവറിൽ തന്നെ ആൻഡ്രോസിയമും ഗൈനോസിയമും കാണപ്പെടുന്നുണ്ട്, അത് ശരിയല്ല. അപ്പോൾ ഇതിൽ നോട്ട് ട്രൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രോ ആൻഡ് മാച്ച് ദ കറക്റ്റ് വൺസ് എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്താണ്, മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്താണ്, സിമ്പിൾ ഫ്രൂട്ട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് വൺ, അഗ്രിഗേറ്റ് ഫ്രൂട്ടുമായി ബന്ധപ്പെട്ടത് മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ എന്നുള്ള ഇതിലേക്കാണ് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ്. മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം ദ ഇൻഫ്ലോറൻസ് ദീസ് ഫ്രൂട്ട്സ് കമ്പൈൻ ടു ബി എ സിംഗിൾ ഫ്രൂട്ട് എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ, സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് സിംഗിൾ ഫ്രൂട്ട് ഫോംഡ് ഫ്രം സിംഗിൾ ഫ്ലവേഴ്സ് എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ അതോടുകൂടിയിട്ട് ഈ ലെറ്റ്സ് അസസ് എന്നുള്ള ആക്ടിവിറ്റി നമ്മുടെ കഴിഞ്ഞു. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്, ജസ്റ്റ് കൂട്ടുകാർ വായിച്ചു നോക്കുക. ദെൻ ഫിഫ്ത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് എന്നുള്ളത് അടുത്ത ചാപ്റ്ററാണ്, നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഫുൾ ചാപ്റ്റർ ആയതുകൊണ്ടാണ് വീഡിയോ ലെങ്തി ആയിട്ടുള്ളത്. പ്രശ്നമില്ല, ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഓക്കെ, വൺസ് മോർ താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.